ഹായ് ഗായ്സ്, തലശ്ശേരി വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പോഴും തമിഴ്നാട് മാത്രം കണ്ടാൽ മതിയോ? എൻ്റെ ഹോം ടൗൺ ഞാൻ ഇതുവരെ നിങ്ങൾക്ക് വൃത്തിക്ക് കാണിച്ചു തന്നിട്ടില്ലല്ലോ. ഇതാണ് എൻ്റെ വീട്ടിൽ നിന്ന് തലശ്ശേരി ടൗണിലേക്ക് പോകുന്ന വഴി. ഇവിടെ എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടുണ്ട്, നാഷണൽ ഹോട്ടൽ. ഇവിടെ ഞാൻ എൻ്റെ നാത്തൂൻ്റെ കൂടെ വരാറുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടി. ഉച്ചക്കത്തെ ഫിഷ് കറിയും ഫിഷ് ഫ്രൈസൊക്കെ ഇവിടെ ഇതാണ് നാഷണൽ ഹോട്ടൽ. ഇത് അധികം ഫുഡ് വ്ളോഗേഴ്സും വീഡിയോ ഇട്ടിട്ടുള്ള ഒരു ഹോട്ടൽ തന്നെയാണ്. അടിപൊളിയാണ് അവിടുത്തെ ഭക്ഷണം. ഫിഷ് ഐറ്റംസാണ് മെയിൻ അവിടുത്തത്. ഇത് ഇനി പഴയ ബസ് സ്റ്റാൻഡ് എത്താനായിട്ടുണ്ട്. നമ്മുടെ സ്റ്റേഡിയം ഇവിടെയാണ്. അങ്ങനെ കുറേ തലശ്ശേരി കാഴ്ചകൾ നമുക്ക് കാണാം. സത്യം പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ നിന്ന് വിട്ട് നിൽക്കുമ്പോഴാണ്, നമ്മളെ നാട്ടിൽ നിന്ന് വിട്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാവുക. വല്ലാണ്ട് മിസ് ചെയ്യും. നാടായാലും വീടായാലും നമുക്ക് അതൊരു വികാരം തന്നെയാണ് അല്ലേ. എനിക്ക് വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് എൻ്റെ നാട്. ഇവിടെ പഴയ ബസ് സ്റ്റാൻഡിൽ റോഡിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ എന്താ പറയുക, വാഹനങ്ങളൊക്കെ കുറവാണ്. എന്താ വെച്ചാൽ ആ ഒരു ഭാഗത്തോട്ടാണ് വണ്ടി പോകില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ വളഞ്ഞിട്ടാണ് പോകുന്നത്. അത് SBIൻ്റെ സൈഡിൽ കൂടി, ഇത് മുനിസിപ്പാലിറ്റീൻ്റെ സൈഡിൽ കൂടിയാണ് പോകുന്നത്. അങ്ങനെ ഇവിടെ എനിക്കൊരു ഫേവറേറ്റ് ഫുഡ് സ്പോട്ട് ഉണ്ട്, ഗ്രീൻ ലീഫ് റെസ്റ്റോറൻറ്റ്. അതെന്താ, നമ്മളെല്ലാവരും ഫുഡീസ് തന്നെയാണല്ലോ, പിന്നെന്താ, നമുക്ക് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് മെയിൻ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളെന്ന് പറയുന്നത്. നമ്മളെ കോൺവെൻറ്റ് സ്കൂളാണിത്. തലശ്ശേരിയിലെ ഫേമസ് ആയിട്ടുള്ള സ്കൂളാണ്. KGC പഠിക്കുന്ന സമയത്ത് എല്ലായ്പ്പോഴും ഈ ഒരു ഭാഗത്താണ് ഞങ്ങൾ സ്കെച്ച് ചെയ്യാനൊക്കെ വരിക. നമ്മളെ തലശ്ശേരി കോട്ടയിലാണ് മെയിനായിട്ട് സ്കെച്ച് ചെയ്യാൻ പോകാറ്. എൻ്റെ കസിൻ്റെ കല്യാണം കഴിഞ്ഞ് കല്യാണ സൽക്കാരത്തിന് പോകുന്ന വഴിക്ക് ഓട്ടോന്ന് എടുത്ത വീഡിയോസാണ് കേട്ടോ ഇത്. അന്നേരത്തെ അത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പം നാടൊക്കെ മിസ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഫോണൊക്കെ ഇങ്ങനെ നോക്കുമ്പോഴാണ് ഈ വീഡിയോ കയ്യിൽ കിട്ടിയത്. അപ്പം പിന്നെ എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് കരുതി. നമ്മളെ പഴയ ബസ് സ്റ്റാൻഡ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റാണ്. ഇവിടെ കുറേ ഫ്രൂട്ട്സ് മാർക്കറ്റ് ഉണ്ട്. ചെറിയ എന്താ പറയുക, ചെറിയ തട്ടുകട പോലെ ഫ്രൂട്ട്സ് വിൽക്കുന്ന ഫ്രൂട്ട്സ് സെല്ലേഴ്സ് ഉണ്ട്. ഇത് നമ്മളെ പഴയ ബസ് സ്റ്റാൻഡ് പോലീസ് സ്റ്റേഷനടുത്താണ്. കണ്ടോ, അവിടെ വർക്ക് നടക്കുകയാണ്. ആ റോഡ് ഫുള്ള് ബ്ലോക്കാണ്. അങ്ങോട്ടേക്ക് വാഹനങ്ങളൊന്നും കടത്തി വിടുന്നില്ല. ഇനിയാണ് നമ്മൾ തലശ്ശേരിയുടെ ഹൃദയഭാഗം എന്ന് പറയേണ്ടി വരും. എന്താ പറയുക, ഏറ്റവും വ്യാപാരങ്ങൾ നടക്കുന്ന വഴിയാണിത്. ഒരുപാട് എന്താ പറയുക, ഗോൾഡ് സിൽവർ ഷോപ്പുകളൊക്കെ ഇവിടെയാണ്. അതേപോലെ പലചരക്ക് കടകളും. ഇവിടെ ലോറിയിൽ വന്ന് സാധനങ്ങൾ ഇറക്കുന്നത് എപ്പോഴും ഇവിടെയുള്ള സ്ഥിരം കാഴ്ചയാണ്. ചുമട്ട് തൊഴിലാളികളുണ്ടാവും. ആ റോഡ് ശരിക്കും പറഞ്ഞാൽ ഒരു സൈഡ് ബ്ലോക്ക് പോലെ തന്നെ ഉണ്ടാവും. 2-3 ലോറി ഉണ്ടാവും. അത് ആ പഴയ കാലത്തും അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണ്. ഒരു പഴയ തലശ്ശേരി ഓർമ്മകൾ എന്നൊക്കെ പറയുമ്പം ഈ ഒരു ഭാഗത്ത് വന്നാൽ നമുക്കത് ശരിക്കും ഫീൽ ചെയ്യും. ആ പൈതൃകം എന്ന് പറയുന്നില്ല, നമ്മൾ തലശ്ശേരി പൈതൃകം എന്നൊക്കെ പറയുന്നത് കടൽപ്പാലത്തിന് പോകുന്ന റൂട്ടാണിത്. അപ്പോൾ ഇവിടെ പഴയ ബിൽഡിങ്സും അതേപോലെ പലചരക്ക് കടകളും ഒക്കെ ആയിട്ട് അടിപൊളിയാണ്. ഒരു പഴയൊരു വൈബാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ വളരെ കേട്ടോ, ലോറിയിൽ സാധനം ഇറക്കുന്നുണ്ട്. വാഹനങ്ങൾ ഇതിൽ പതുക്കെയാണ് പോകുള്ളൂ. കാരണം വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ലോറി ഇങ്ങനെ നിർത്തിയിട്ടുണ്ടാകും, സാധനങ്ങൾ ഇറക്കുന്ന ആൾക്കാരുണ്ടാകും. അങ്ങനെയാണ് ഈ ഒരു പരിസരത്തുള്ള അധിക കാഴ്ചയും ഇങ്ങനെ തന്നെയാണ്. റോഡെല്ലാം ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ വളഞ്ഞ് മൂക്ക് പിടിക്കുക എന്ന് പറയുന്ന പോലെ വളഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ തലശ്ശേരി കാഴ്ചകളൊക്കെ കാണിച്ചു തരാൻ പറ്റി. അല്ലാണ്ട് ഞാൻ തലശ്ശേരിയിൽ ഞാൻ അധികം യാത്രയൊന്നും ചെയ്യുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ വീഡിയോസൊക്കെ അങ്ങനെയുള്ള യാത്രാ വീഡിയോസൊക്കെ കുറവുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ റോഡിന് പണി കിട്ടിയത് കൊണ്ട് എന്തായി, എനിക്ക് നല്ലൊരു വീഡിയോ കിട്ടിയെന്ന് പറയാം. എൻ്റെ നാട് എനിക്ക് തന്നെ കാണാമല്ലോ. അങ്ങനെയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. ആ ഒരു ഏരിയ നാരങ്ങാപ്പുറം എന്നാണ് പറയുക. അതിലെയാണ് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോവുക. ഈ ഒരു ഭാഗത്ത് എൻ്റെ പഴയ ഓർമ്മകളുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ 3ാം ക്ലാസ് വരെ പഠിച്ചൊരു സ്കൂളുണ്ട്, വാടിക്കൽ LP സ്കൂൾ. എപ്പോഴും ഇപ്പോൾ എത്രയായാലും നമ്മളെ ചെറുപ്പത്തിലുള്ള ഓർമ്മകൾ എപ്പം നമുക്ക് സ്പെഷ്യലായിരിക്കുമല്ലേ. എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഇപ്പോഴും എൻ്റെ സ്കൂളിൻ്റെ മുന്നിൽ കൂടിയൊക്കെ യാദൃശ്ചികമായി പോകുമ്പോൾ ആ ഒരു പഴയ ഓർമ്മകൾ വീണ്ടും ആ ചെറിയ കുട്ടിയായതാണെന്ന് തോന്നും. കാരണം അതെനിക്ക് പലരോട് പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ കൂടെ ഇരിക്കുന്നവരോടൊക്കെ പറയും, അത് ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ ഇത് എന്ന് പറയും. അത് പറയുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക സന്തോഷമാണ്. ഇതിന് പക്വതക്കുറവാണെന്ന് നിങ്ങൾ പറയരുത്.
പിന്നെ നമുക്ക് അത്രയും സ്പെഷ്യലാണ് എൻ്റെ ചെറുപ്പകാലത്തെ ഓർമ്മകൾ എന്ന് പറയുന്നത്. അത്രയും സ്പെഷ്യലാണ്. നമുക്കിനി തിരിച്ചു കിട്ടാത്ത കാലമാണത്. നമ്മൾ നല്ലോണം എൻജോയ് ചെയ്തിരുന്ന, അത്രയും സന്തോഷിച്ചിരുന്ന പ്രായമാണ് ആ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത്. ആ ഒരു സമയത്തൊക്കെ നമുക്ക് ഈ ഫോണും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കൂട്ടുകാരൊപ്പരം കളിച്ച ഓർമ്മകളും അന്ന് തല്ലുകൂടിയതും അതൊക്കെ അത്രയും സ്പെഷ്യൽ തന്നെയാണ്. ഇപ്പോഴുള്ള കുട്ടികൾക്കൊക്കെ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു കാലമില്ലല്ലോ. ഇനി നമ്മൾ പോകുന്നത് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്കാണ്. അവിടെ അതിലേക്കുള്ള റോഡിൻ്റെ പേര് നാരങ്ങാപ്പുറം എന്നാണ്. അവിടെയുള്ള റോഡിനെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മൾ ഡൗൺ ടൗൺ മാൾ, ഞാൻ എപ്പോഴും ഫസ്റ്റ് വീഡിയോ ഞാൻ ചെയ്തിരുന്നത് എൻ്റെ കസിൻ്റെ കൂടെ പോയിരുന്നത് ആ മാളിനെ കുറിച്ചായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. അത്രയും സ്പെഷ്യലാണ് അവിടെ. കാരണം ഞങ്ങളെപ്പോഴും പുറത്തിറങ്ങി നമുക്ക് പോയിരിക്കാനുള്ള സ്ഥലം എന്ന് പറയാൻ പാർക്കിലും നല്ല നേരെ മാളിൽ പോവും, അവിടെ ഇരിക്കും. അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ആ മാൾ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ കൂടെ ഒരു കൂട്ടുകാരി അല്ലെങ്കിൽ കസിനോ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വെയിലൊന്നും ഒരു പ്രശ്നമല്ല, നമ്മൾ ഇറങ്ങി നടക്കുമല്ലേ. അങ്ങനെ എത്രയോ നടന്ന വഴികളാണ് ഇവിടെ. തലശ്ശേരിയിലെ ഫേമസ് ആയ ഡ്രസ് ഷോപ്പുകളൊക്കെ, ടെക്സ്റ്റൈൽ ഷോപ്പുകളൊക്കെ ഇവിടെയാണുള്ളത്. സെഞ്ച്വറി, ലുലു ഒക്കെ ഇവിടെയാണ്. അധികം നമ്മൾ ഇപ്പോൾ പെരുന്നാളിനൊക്കെ ഡ്രസ്സ് എടുക്കാനും അല്ല എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയൊക്കെ ഈ ഒരു ഭാഗത്തേക്കാണ് വരിക. അതേപോലെ ഗോൾഡ് എടുക്കാനൊക്കെ ഈ ഒരു ഭാഗത്തേക്കാണ് വരിക. അങ്ങനെ നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡിലെത്തി. സ്റ്റാൻഡിലോട്ടല്ല പോകുന്നത്, നമ്മൾ നേരെ മഞ്ഞോടി ഭാഗത്തേക്കാണ് പോകുന്നത്. ഇതാ നമ്മുടെ റാറാവീസ് റെസ്റ്റോറൻറ്റ്. അവിടെയാണ് ഞാൻ എൻ്റെ കസിൻ്റെ കൂടെ അന്ന് ഫുഡ് കഴിക്കാൻ പോയിരുന്നത്. നമ്മൾ മഞ്ഞോടി ഭാഗത്തേക്കാണ് പോകുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ തലശ്ശേരി എന്നെക്കൊണ്ടാകുന്ന രീതിയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.